ബെനീറ്റ ഈശോയുടെ കൈയും പിടിച്ചാണ് അവളുടെ ജീവിതയാത്രയെല്ലാം. നിറപുഞ്ചിരിയുമായി ഒരു വീൽ ചെയറിൽ രാജഗിരി കോളേജിന്റെ ഇടവഴികളിലൂടെ നിറസാന്നിധ്യമാകുന്ന ബെനീറ്റ എല്ലാവർക്കും ഒരുപാട് മുന്നോട്ടു പോകാൻ ഊർജം നൽകുന്ന ഒരു കാഴ്ചയാണ്. പുഞ്ചിരിക്കുന്ന മാലാഖ, അങ്ങനെയാണ് അവളെ എല്ലാവരും വിളിക്കുന്നത്. സ്പൈന ബിഫിഡ എന്നൊരു ബർത്ത് ഡിഫക്റ്റ്, സ്പൈനൽ കോഡ് ഡെവലപ്പ് ആകാത്ത അവസ്ഥ, അതാണ് അവളെ വീൽ ചെയറിൽ പിടിച്ചിരുത്തിയത്. അപ്രതീക്ഷിതമായ പല ഘട്ടങ്ങളിലും തിരിച്ചടികളിലും തളരാതെ ആ കുടുംബം മുഴുവൻ ഈശോയോട് ചേർന്ന് നിൽക്കുന്നു. പല ഉയരങ്ങളും അവൾക്ക് നിഷേധിക്കപ്പെട്ടവയായിരുന്നു. എന്നിട്ടും തനിക്ക് കർത്താവിൽ നിന്ന് കിട്ടിയതും വാശി പിടിച്ച് മേടിച്ചെടുത്തതുമായ എല്ലാ കാര്യങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് അവരിന്നും മുന്നോട്ടു പോകുന്നു, പതറാതെ. നന്ദി നന്ദി നിനക്കു നാഥ ക്രൂശിത നന്ദി. നന്ദി നന്ദി നിനക്കു നാഥ ക്രൂശിത നന്ദി. ജെറമിയ 29:11. എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, അത് നിന്റെ നാശത്തിനുള്ളതല്ല, നിന്റെ ക്ഷേമത്തിനുള്ളതാണ്. ഈ വചനം അക്ഷരാർത്ഥത്തിൽ നിറവേറ്റപ്പെടുന്ന ഒരു വ്യക്തി ബെനീറ്റ എലിസ ബെന്നി. ബെനീറ്റ തന്നെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ബെനീറ്റ, സോ ഹാപ്പി ബെനീറ്റ ഇന്നിവിടെ ഞങ്ങളുടെ കൂടെ കിട്ടിയത്. ബെനീറ്റയ്ക്ക് ഒത്തിരി വിശേഷങ്ങൾ പറയേണ്ടത് ഞങ്ങൾക്കറിയാം. അപ്പം ഞാൻ പറയുന്നതിനേലും നല്ലത് ബെനീറ്റയെ കുറിച്ചൊന്ന് പറയുന്ന. ഹൗ ഡു യു എക്സ്പ്ലെയിൻ യുവർ സെൽഫ്? ഞാൻ ബെനീറ്റ എലീസ ബെന്നി. ഞാനിപ്പോൾ രാജഗിരിയിൽ BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ കമ്മ്യൂണിക്കേഷൻ ജേർണലിസം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 3rd ഇയർ ആണ്. എന്നെക്കുറിച്ച് പറയാനാണെങ്കിൽ എൻ്റെ വീട്ടിലൊരു എൻ്റെ ഫാദറുണ്ട്, അമ്മയുണ്ട്, അനിയത്തിയും അനിയനും ഉണ്ട്. ഞാൻ മൂത്ത ആളാണ്. നിങ്ങൾ എവിടെയാ നിങ്ങളുടെ വീട്? വീട് ഞങ്ങളുടെ ശരിക്കും പാലക്കാടാണ്, അട്ടപ്പാടി എന്ന് പറഞ്ഞ സ്ഥലത്ത്. പക്ഷെ ഇപ്പം ഞങ്ങൾ കാക്കനാടാണ് താമസിക്കുന്നത്. അല്ല, ബെനീറ്റ ഉണ്ടായതൊക്കെ കുവൈറ്റിലാണ്. ഞങ്ങൾ കുവൈറ്റിലായിരുന്നു. ഞാൻ 12th ആയപ്പോഴാണ് ഞങ്ങൾ അവിടുന്ന് പോകുന്നത്, 12th കഴിഞ്ഞപ്പോൾ. ഓക്കെ, ബെനീറ്റയുടെ ഫിസിക്കൽ കണ്ടീഷൻ എന്താന്നൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? എനിക്ക് ബൈ ബർത്ത് ഒരു ബർത്ത് ഡിഫക്റ്റ് ആണ്, സ്പൈന ബൈഫിഡ എന്ന് പറയും. സ്പൈനൽ കോഡ് പ്രോപ്പർലി ഡെവലപ്പ് ആവാത്ത ഒരു പ്രശ്നമാണ്. സ്കോളിയോസിസും ഉണ്ട്, ചെരിഞ്ഞിരിക്കുന്ന ഒരു ടെൻഡൻസി ഉണ്ട്, അത്രയൊക്കെ. പക്ഷേ ഇപ്പം ബെനീറ്റ ജേർണലിസം, കമ്മ്യൂണിക്കേഷൻ, ലിറ്ററേച്ചർ ആൻഡ് ജേർണലിസം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മൂന്ന് മെയിൻ അല്ലേ? വളരെ സ്മാർട്ടായിട്ട് യു ആർ പെർസ്യൂയിങ് യുവർ ഡ്രീംസ് എന്ന് പറയാം അല്ലേ? ആ ഒരു സ്വപ്നങ്ങളുടെ കൂട്ടത്തിൽ ബെനീറ്റ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പം എന്തായിരുന്നു ഇപ്പൊ ജനിച്ച ഉടനെ തന്നെ അറിഞ്ഞിരുന്നു ഇങ്ങനെ ഒരു കണ്ടീഷൻ? അതോ ഉണ്ടാകുന്നതിന് മുന്നേ അറിഞ്ഞില്ല എന്നാണ് എൻ്റെ പേരൻസ് പറയുന്നത്. ഞാൻ ജനിച്ചപ്പം പുറകിലൊരു എൻ്റെ പുറത്തൊരു ലൈക്ക് ഹോൾ പോലെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. പിന്നെ അത് ഓപ്പറേഷൻ ചെയ്ത് കറക്റ്റ് ചെയ്തു. ആ ജനിച്ച ഒരു 53 days ഞാൻ ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു. ഏകദേശം ഒരു 2 months. യെസ്, 2 സർജറീസ് ഹോസ്പിറ്റലിൽ ചെയ്തു ഉണ്ടായ ഉടനെ തന്നെ. പിന്നെ മാമുദീസൊക്കെ ഹോസ്പിറ്റലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ പക്ഷേ 53 days കഴിഞ്ഞ് ഡിസ്ചാർജ് ആയി കഴിഞ്ഞിട്ട് പിന്നെ അഡ്മിറ്റ് ആവേണ്ടി വന്നിട്ടില്ല. ഇതുവരെ അഡ്മിറ്റ് ആയിട്ടില്ല. ആക്ച്വലി ഡോക്ടേഴ്സ് പറയുന്നത് എൻ്റെ ഫുൾ ലൈഫ് ഹോസ്പിറ്റലിൽ തന്നെ ആയിരിക്കണം, ഞാനൊരു ബെഡ് റിഡൻ പോലെ ലൈക്ക് ഫുൾ ഹോസ്പിറ്റലിൽ ഞാനും അമ്മയും ജീവിക്കണം, അങ്ങനെയാണ് ആദ്യം അവർ പ്രെഡിക്റ്റ് ചെയ്തത്. ബട്ട് ദെൻ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നു, പിന്നെ ഒരിക്കലും ഹോസ്പിറ്റലിൽ പോയിട്ട്. എനിക്ക് തമ്പുരാൻ കൂടെ പടപൊരുതാൻ നിൽക്കുന്നുണ്ടെന്ന് തോന്നുന്നല്ലേ? അതുകൊണ്ട് ബെനീറ്റയും ഇങ്ങനെ എനിക്കൊരു വാരിയർ ഓഫ് ക്രൈസ്റ്റ് എന്നുള്ള രീതിയിൽ മുന്നോട്ട് പൊക്കോണ്ടിരിക്കുവാണ് ബെനീറ്റയുടെ ലൈഫ്. അപ്പം നിങ്ങൾ എത്രാം ക്ലാസ് വരെയൊക്കെ ബെനീറ്റ അവിടെ പഠിച്ചത് കുവൈറ്റില്?
ഞാൻ 12th കഴിയുന്നിടം വരെ അവിടെ പഠിച്ചു. അവിടെ തന്നെ അവിടെ ഹയർ സ്റ്റഡീസ് പോസിബിൾ അല്ല കുവൈറ്റില്. ഗൾഫ് കൺട്രീസിൽ ഹയർ സ്റ്റഡീസ് പറ്റത്തില്ല. അതുകൊണ്ട് എല്ലാവരും യൂഷ്വലി നാട്ടിൽ വരിക, അല്ലെങ്കിൽ പോയി വേറെ കൺട്രീസിൽ പോയി പഠിക്കാറാണ് ചെയ്യാറ്. ഞാനിപ്പം എനിക്ക് തന്നെ വരാൻ പറ്റാത്തതുകൊണ്ട് എൻ്റെ ഫാമിലി എല്ലാവരും കൂടെ വന്നു. ബെനീറ്റയുടെ ഈ ഒരു സ്ട്രഗിൾ അല്ലെങ്കിൽ ഈ ഒരു ലൈഫിൽ ഏറ്റവും കൂടുതൽ ബെനീറ്റയുടെ കൂടെ നിന്നതാരാ? ഒബ്വിയസ്ലി എൻ്റെ പേരൻസ് ആണ്. എൻ്റെ അപ്പയും അമ്മയാണ് എൻ്റെ എല്ലാ കാര്യത്തിനും എൻ്റെ കൂടെ നിന്നത്. കുറേ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട് അവർ രണ്ടുപേരും. എൻ്റെ സിബ്ലിങ്സ് ആണെങ്കിലും കുറേ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട് എനിക്ക് വേണ്ടിയിട്ടാണ് അവർ ജീവിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. ഒബ്വിയസ്ലി അത് നമുക്ക് അമ്മയുടെ വിശേഷങ്ങള് അമ്മയ്ക്ക് പറയാനുള്ളത് മുഴുവൻ ബെനീറ്റനെ കുറിച്ചാണ്. ബെനീറ്റയുടെ കാര്യങ്ങള്, ബെനീറ്റ അങ്ങനെയാ, ബെനീറ്റ ഇങ്ങനെയാ, അമ്മയ്ക്ക് എപ്പോഴും പറയാനുള്ളത് ബെനീറ്റയുടെ കാര്യങ്ങളാ. അപ്പം ഈ ഒരു വീൽ ചെയറിലേക്കൊക്കെ ബെനീറ്റ അത് തന്നെ യൂസ് ചെയ്ത് പോവാൻ തുടങ്ങി അല്ലേ? ഇലക്ട്രിക് വീൽ ചെയർ ഉണ്ട്, ഇലക്ട്രിക് ഉണ്ട്. പക്ഷെ ഇലക്ട്രിക് കോളേജിൽ പോകാൻ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ബെനീറ്റയുടെ കാര്യങ്ങളൊക്കെ ബെനീറ്റ തന്നെ ചെയ്യാറായോ? എങ്ങനെയാ? മിക്ക കാര്യങ്ങളും എൻ്റെ പേഴ്സണൽ കെയർ മാത്രം അമ്മ ചെയ്യുന്നു, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്യുന്നുണ്ട്. ബെനീറ്റയുടെ അവിടെ കുവൈറ്റില് ഒരു കംഫർട്ടബിൾ ഒരു ഇതിലാണ് പൊക്കോണ്ടിരുന്നത്. പിന്നെ ആ സമയത്ത് ഇവര് പാരന്റ്സും ഒത്തിരി ജീസസ് യൂത്ത് ഒരു അല്ലേ, അതിനു മുമ്പ് അവരങ്ങനെ ഒരു സ്ട്രോങ് ഫെയ്ത്ത് അങ്ങനെയൊക്കെ പൊക്കോണ്ടിരുന്ന ആളാണോ? ഇല്ല, അവർക്കൊരു നോർമൽ ക്രിസ്ത്യൻസ് ആയിരുന്നു. എൻ്റെ അപ്പയും അമ്മയും രണ്ടുപേരും നോർമൽ സൺഡേ പള്ളി പോകുന്നു ക്രിസ്ത്യൻസ് ആയിരുന്നു. അപ്പം ബെനീറ്റ ആണ് അവരെ ഈശോയിലേക്ക് കൂടുതൽ അടുപ്പിച്ചാണെന്ന് പറയാല്ലേ വേണമെങ്കിൽ. ഞാന് ബെനീറ്റയുടെ ഒരു ചെറിയൊരു റൈറ്റപ്പ് ഉണ്ടായിരുന്നില്ലേ, കെയറോസിലുണ്ടായിരുന്നില്ല, അത് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ബെനീറ്റ പറഞ്ഞു വെച്ചൊരു കാര്യം ഇതാണ്: മറ്റ് കുട്ടികള് കാർട്ടൂൺസ് അല്ലെങ്കിൽ ടോം ആൻഡ് ജെറിയും അതും ഇതൊക്കെ കണ്ട് അങ്ങനത്തെ റൈംസ് ഒക്കെ പഠിച്ചു വന്നപ്പം ബെനീറ്റ ആദ്യം പഠിച്ചത് ഈശോയുടെ കൂടെ ഇരിക്കാനും ഈശോയുടെ പാട്ടുകളും ഒക്കെയാണ് അല്ലേ? ഹൗ വാസ് ദാറ്റ് എക്സ്പീരിയൻസ്? എങ്ങനെയായിരുന്നു ബെനീറ്റയുടെ ഒരു കുട്ടിക്കാലം? അടിപൊളിയായിരുന്നു. എൻ്റെ അപ്പയും അമ്മയും ഞാനുമായിട്ട് നല്ല രസമായിരുന്നു. അവരെന്നെ എല്ലാ ആഴ്ചയിലും ഞങ്ങൾ തേഴ്സ്ഡേസിലാണ് അവിടെ കുർബാന, തേഴ്സ്ഡേ വൈകിട്ട് മലയാളം കുർബാന. അപ്പോൾ എല്ലാ ആഴ്ചയും അവിടെ പോകും. പള്ളി കഴിഞ്ഞിട്ട് ഒരു ചിൽഡ്രൻസ് ഗ്യാതറിങ് പോലെയുണ്ട്, അപ്പോൾ അതിന് പോകും. അതിലൂടെയും ക്രിസ്ത്യൻ ഗ്യാതറിങ്സ് ഉണ്ട്. അതിലൂടെ എനിക്ക് ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ടായി. അങ്ങനെയാണ് ഞാൻ ഈശോയിലൂടെ വളർന്നത്. അപ്പോൾ അതിൽ കുറേ ആക്ഷൻ സോങ്സ് ഒക്കെ പഠിപ്പിക്കുമായിരുന്നു. അങ്ങനെയാണ് എൻ്റെ ചൈൽഡ്ഹുഡ്. ബേസിക്കലി ആക്ഷൻ സോങ്സും പഠിച്ചും ഫുൾ ടൈം പള്ളിയിലെ എല്ലാവരോടും വേണ്ടിയും പറഞ്ഞു. അങ്ങനെയൊക്കെയാണ് ഞാൻ ജീവിച്ചത്. അപ്പൊ ഈശോയിലൂടെ ഒരു വളർച്ചയായിരുന്നു ബെനീറ്റയ്ക്ക് വേണേ നമുക്ക് പറയാം അല്ലേ? ഈശോ കൊണ്ട് നടന്ന കുറെ വഴികള്. ബെനീറ്റയുടെ ഒരു ഏജ് ഒക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു അമ്മ നേഴ്സായിരുന്നു. അമ്മ 2011 അമ്മ റിസൈൻ ചെയ്തു. ബെനീറ്റയുടെ കൂടെ നിൽക്കാൻ വേണ്ടി എന്റെ സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിട്ടൊക്കെ അമ്മ റിസൈൻ ചെയ്തു. ഇന്നതരങ്ങളിൽ ഒഴുകും നിൻ സ്തുതിഗീതം മനവരതം നീനക്കു നന്ദി. ഇന്നതരങ്ങളിൽ ഒഴുകും നിൻ സ്തുതിഗീതം മനവരതം നീനക്കു നന്ദി. നന്ദി നന്ദി നീനക്കു നാഥ ക്രൂശിതാനന്ദി. നന്ദി നന്ദി നീനക്കു നാഥ ക്രൂശിതാനന്ദി. ഒരു സിബ്ലിങ്സും ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? എൻ്റെ അനിയത്തി ഉണ്ടായത് എൻ്റെ പേരൻസ് ഒരു വർഷം പ്രാർത്ഥിച്ചിട്ടാണ്. ഒരു വർഷം, കാരണം ഇവരിങ്ങനെ പേടിപ്പിച്ചു, ഇനി വരാൻ പോകുന്നവരെല്ലാവരും വീൽ ചെയർസ് ആയിരിക്കും, അപ്പം ഉണ്ടാവണ്ട എന്ന് ഓർത്തിട്ട് തന്നെ ഒരു വർഷം പ്രാർത്ഥിച്ച് വെയിറ്റ് ചെയ്തിട്ടാണ് അനീറ്റ ഉണ്ടായത്. അനീറ്റ എനിക്ക് നല്ല ഹെൽപ്പാണ് അവള് എൻ്റെ എല്ലാ കാര്യത്തിനും എൻ്റെ കൂടെ നിൽക്കും. ഇപ്പം എനിക്ക് ഞാൻ സ്റ്റൈലിങ് അങ്ങനത്തെ കാര്യത്തിന് ഇത്തിരി പുറകോട്ടാണ്. അവളാണെങ്കിൽ അതിൽ നല്ല ആണ്. എന്നെ ഒരുക്കാനും എല്ലാം ചെയ്യുന്നത് അവളാണ്. അവൾ ഒത്തിരി വരയ്ക്കും, അവള് നന്നായി വരയ്ക്കും. അപ്പൊ അത് കാണാനുണ്ട്. ഈ വീട്ടില് മുഴുവനും എന്തോരം പടങ്ങളാ വരച്ചിരിക്കുന്നത്. അവള് നന്നായി വരയ്ക്കും. അപ്പം എനിക്ക് എന്തെങ്കിലും പ്രോജക്ട്സ് ഉണ്ടെങ്കിൽ അവളാണ് വരച്ചു തരുന്നത്. ഞങ്ങളെ എല്ലാവരും ഒരുമിച്ച് നിർത്തുന്ന ആളാണ് എൻ്റെ സിസ്റ്റർ.
ബ്രദർ എന്ന് പറഞ്ഞാൽ അവൻ 8th-ലാണ്. അവൻ അതിൻ്റെതായ ഒരു കുറുമ്പും ഇതൊക്കെ ഉണ്ട്. ഭയങ്കര നിങ്ങളുടെ ഫാമിലി ഇങ്ങനെ ആക്റ്റീവ് ആവുന്നത് അവൻ കാരണമാണ്. ഞങ്ങൾ ഇങ്ങനെ ആക്റ്റീവായിട്ടും സന്തോഷിച്ചിരിക്കുന്നത് അവൻ കാരണമാണ്. അവനും ഒരു കളർഫുൾ ഹ്യൂമൺ ആണെന്ന് പറയാം. അതെനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ലൊരു ടാഗ് ആട്ടോ. അല്ല, എന്താ പറയാ, ഒരു ഫാമിലിനെ ഇത്ര ബ്രൈറ്റ് ആയിട്ട് കളർ ചെയ്യുന്ന കുറെ ആൾക്കാരാണ് ബെനിറ്റയുടെ ചുറ്റുമുള്ളത്. അത് അങ്ങനെ തന്നെ പറയാതെ എന്താണേലും. അപ്പം അനീറ്റയുടെ ഈ ഒരു സിറ്റുവേഷൻ, ഒരു ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഒരു ചേച്ചി, എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല അത്. ഇതൊരു ഭാഗ്യമാണ് നിങ്ങളുടെ. അപ്പം എന്തായിരുന്നു അനീറ്റയുടെ ഒരു എക്സ്പീരിയൻസ്? ശരിക്കും പറഞ്ഞാൽ പുറത്തുനിന്ന് ഒരാൾ നോക്കുമ്പം അവർ ചിന്തിക്കുന്നത് എനിക്കൊരു മീൻസ് എനിക്ക് ഇങ്ങനെ ഒരു ചേച്ചി ഉള്ളതുകൊണ്ട് എൻ്റെ ലൈഫ് ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു, എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അങ്ങനെയൊക്കെ ചിന്തിക്കുമെങ്കിലും എനിക്കൊരിക്കലും അങ്ങനെ ചേച്ചി ഡിഫറെൻ്റ് ആണെന്നോ അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ചേച്ചി പറയും, ഞാൻ കുഞ്ഞിലെ ചേച്ചിനോട് എന്താ എൻ്റെ കൂടെ കളിക്കാൻ വരാത്ത അങ്ങനെയൊക്കെ ചോദിക്കുമായിരുന്നു എന്നൊക്കെ പറയുന്നു. പക്ഷെ എനിക്കതൊന്നും ഓർമ്മയില്ല. പക്ഷെ എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത് ഞാൻ ചേച്ചിയുമായിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ആയിപ്പോയി. എനിക്ക് ചേച്ചി എന്ന് പറയുന്ന ഏതൊരു എൽഡർ സിബ്ലിങ്ങും യങ്ങർ സിസ്റ്ററും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെ, മീൻസ് ഒരു സാധാരണ റിലേഷൻഷിപ്പ് പോലെ തന്നെയാണ് എനിക്ക് ചേച്ചിനോട് തോന്നിയിട്ടുള്ളത്. ഞങ്ങളിങ്ങനെ ഭയങ്കര ക്രിയേറ്റീവായിട്ടുള്ള ഗെയിംസൊക്കെ ഞങ്ങൾ ഉണ്ടാക്കിയെടുത്ത് കളിക്കുമായിരുന്നു. പിന്നെ ബെനറ്റ് വന്നപ്പോഴാണേലും ആദ്യ ഒരു പീരീഡിലൊക്കെ ചേച്ചിക്ക് അവനോടായിരുന്നു കൂടുതൽ സ്നേഹം എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം എനിക്ക് ആ ചിന്തയൊക്കെ മാറി. പിന്നെ ഞങ്ങൾ 3 പേരും ഭയങ്കര ഒരു അറ്റാച്ച്ഡായി, ഭയങ്കര ഒരു ടീമായി. ശരിക്കും ചേച്ചി ഞങ്ങൾക്കൊരു ബ്ലെസ്സിങ് മാത്രമാണ്, അല്ലാതെ വേറൊന്നായിട്ട് എനിക്ക് ഇത്ര നാളായിട്ടൊന്നും തോന്നിയിട്ടില്ല. Benetto is the young and vibrant member of the family എന്ന് വേണേൽ പറയാം. അപ്പം ഈ ഫാമിലി എപ്പോഴെങ്കിലും അവാർഡ് പടം മോഡിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നേരെ സ്വിച്ചിട്ട് മാറ്റുന്ന ആള് ബെനറ്റാന്ന് എനിക്ക് തോന്നുന്നത്. കാര്യം എല്ലാവരും ഇച്ചിരി ഒന്ന് സൈലന്റ് ആയ അപ്പം ബെനറ്റ് അവിടെ സ്പോട്ടിലുണ്ടാവും. എല്ലാവരുടെയും മുഖത്തൊരു ചിരിയും കളിയും ഒക്കെ കൊണ്ടുവരുന്ന ഒരാളാണ് ബെനറ്റ്. ബെനറ്റിനോട് ഒരു കാര്യം ചോദിക്കട്ടെ, ഹൗ ഡു യു ഡിസ്ക്രൈബ് യുവർ ഫാമിലി? ഈ ഫാമിലിനെ എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാം? ഞങ്ങളുടെ ഫാമിലി എന്ന് പറഞ്ഞാൽ എപ്പോഴും സ്പിരിച്വലി കൂടുതൽ ഈശോൻ്റെ അടുത്തോട്ടും നിന്നുകൊണ്ടിരുന്ന ഒരു ഫാമിലിയാണ്. ബെനറ്റ്, അതുപോലെ ചേച്ചിയുടെ ഈ ഒരു കണ്ടീഷൻ ഇത് നിങ്ങൾക്ക് ഉണ്ടാക്കുന്ന ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളുണ്ടോ? ഇല്ല, ബുദ്ധിമുട്ടുകളെക്കാളും കൂടുതൽ അനുഗ്രഹങ്ങളെ കിട്ടിയിട്ടുള്ളൂ. ഈ ഒരു നാവിൽ നിന്ന് അത് കേൾക്കാന്ന് പറയുന്നത് സോ ബ്യൂട്ടിഫുൾ, വേറൊന്നും പറയാനില്ല. ഷീ ഈസ് സർട്ടൻലി എ ബ്ലെസ്സിങ് ഫോർ യുവർ ഫാമിലി. നിങ്ങളുടെ കുടുംബത്തിനൊരു അനുഗ്രഹമാണ്. ഇന്ന് നിങ്ങൾ ബെനിറ്റ് ഇങ്ങനെ അല്ലായിരുന്നെങ്കിൽ നിങ്ങളിങ്ങനെ ഒരു സാക്ഷ്യമായിട്ട് ഇരിക്കില്ലായിരുന്നു. ഏതൊക്കെയോ സാധാരണ പാരൻസിനെ പോലെ നിങ്ങളും പോയേനെ. ഇന്ന് ബെനീറ്റയാണ് നിങ്ങളുടെ ജീവിതത്തിലെ കർത്താവ് കൊണ്ടുവന്ന ജാക്ക്പോട്ട്. അത് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അപ്പം അനീറ്റ പറഞ്ഞ പോലെ എല്ലാ സാധാരണ സിബ്ലിങ്സിനെയും പോലെ അങ്ങനെ ഒരു സ്പെഷ്യൽ ചൈൽഡ് അല്ല ബെനീറ്റ. ഷീസ് എ ഗിഫ്റ്റ്, ഷീസ് എ ബ്ലെസ്സിങ്, അത്രേ ഉള്ളൂ. അങ്ങനെ വളരെ സ്വാഭാവികമായിട്ട് ഇത് കാണാനും കൊണ്ട് നടക്കാനും കർത്താവ് തന്ന അനുഗ്രഹത്തെ ഓർത്ത് നമുക്ക് ഒത്തിരി നന്ദി പറയാം എല്ലാവർക്കും. നിറങ്ങളിൽ നിഴലിലും ആത്മഹർഷം നീ, പകലിലും ഇരുളിലും നിൻ സാന്നിധ്യം മതി. നിൻ മഹാത്മ്യങ്ങൾ
ക്രൂശിതാനന്ദി. ഇവിടെയാണ് ബെനിറ്റൻ ഫാമിലി ഒക്കെ വന്ന് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത്. ഈ അഡോറേഷൻ കുടുംബത്തിലെ അംഗമാണ് സിസ്റ്റർ ജോഫി. സിസ്റ്ററിനോട് നമുക്ക് ചോദിക്കാനുള്ള ഇതാണ്, ഇവരെ എല്ലാ ദിവസവും സിസ്റ്റർ കാണുന്നുണ്ട്, വിശുദ്ധ കുർബാന സ്വീകരിച്ചിറങ്ങി വരുന്ന ഇവരുടെ മുഖങ്ങൾ കാണുന്നുണ്ട്. ഇവരുടെ ഒരു സ്പിരിച്വാലിറ്റിനെ നിങ്ങൾ അനുദിനം കണ്ടുകൊണ്ടിരിക്കുന്ന ഇങ്ങനെയുള്ളൊരു കുട്ടി, അമ്മ. അപ്പം സിസ്റ്ററിന് എന്താ തോന്നിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഇവിടെ ഉള്ളവർക്കൊക്കെ ഇവരെ കാണുമ്പോൾ ഉള്ളിലുള്ളൊരു ഒരു ഫീലിങ്സ് എന്താ? ബെനീറ്റനെ ഏകദേശം ഒരു 3 വർഷത്തോളമായി എനിക്ക് പരിചയമുണ്ട്. എനിക്ക് തോന്നുന്നു ഡിഗ്രിക്ക് ആപ്ലിക്കേഷൻ കൊടുത്ത് അഡ്മിഷൻ കിട്ടിയ ഉടനെയാണ് മോൾ ഇവിടെ വരുന്നത്. അന്ന് തൊട്ട് ഞാൻ മിക്കവാറും ശനിയാഴ്ചകളിലൊക്കെ സാധിക്കുന്ന ശനിയാഴ്ചയും സൺഡേ ഒക്കെ ബെനീറ്റയും വരാറുണ്ട് കുർബാനയ്ക്ക്. ഇല്ലാത്ത ദിവസങ്ങളിൽ അമ്മച്ചിയും ഇളയമോനും അല്ലെങ്കിൽ മാറി മാറിയൊക്കെ ആയിരിക്കും വരുന്നത്. എനിക്ക് തോന്നുന്നു ഇവരുടെ ജീവിതത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് വിശുദ്ധ കുർബാന തന്നെയാണ്. കാരണം ഇവർ ബെനീറ്റയുടെ മുഖത്തേക്ക് നമുക്ക് നോക്കുമ്പോൾ അറിയാം എപ്പോഴും ഒരു സ്മൈലിംഗ് ഫേസാണ്. ഞാൻ ചോദിക്കും എന്തെങ്കിലും ഉണ്ടോ വിശേഷം എന്താണെന്ന് ചോദിക്കുമ്പോൾ തന്നെ ഹാപ്പി ആയിട്ട് തന്നെ ആൾ എപ്പോഴും ചിരിച്ച് തന്നെ ആൻസർ പറയുള്ളൂ. അത് തന്നെയാണ് ഞാൻ ഇവരുടെ കുടുംബത്തിലെ ഇവരുടെ എല്ലാവരിലും കണ്ടേക്കുന്നത്. അപ്പച്ചനിലായാലും അമ്മച്ചിയിലായാലും 2 മക്കളിലായാലും കണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇവർക്ക് ഈ മോളെ ഇതുപോലെ പൊന്നുപോലെ സംരക്ഷിക്കാൻ സാധിക്കുന്നത് വിശുദ്ധ കുർബാനയുടെ ശക്തി തന്നെയാണ്. അവളുടെ വേദനകൾ, ബുദ്ധിമുട്ടുകൾ, അതിൽ അവൾക്ക് ഇതാണ് അവളുടെ അവസ്ഥയെന്ന് അവൾ പൂർണ്ണമായി അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ അതിൽ ഉള്ളിലെ സന്തോഷം, അവൾ അത് സമൂഹമായിട്ടായാലും, ഞാൻ പറഞ്ഞില്ല ആ ചെറിയൊരു പുഞ്ചിരി, അതിലെല്ലാം ഉണ്ട്. അതാണ് ഒറ്റ വാക്ക് ഞാൻ പറയണത്, ചിരിക്കുന്ന ഒരു മാലാഹയെന്ന് എനിക്ക് പറയാനുള്ളൂ. എല്ലാവർക്കും പുഞ്ചിരി പകർന്നു കൊടുക്കുന്ന ഒരാള്. കറക്റ്റ്, അതേ പറയാനുള്ളൂ, പുഞ്ചിരിക്കുന്ന മാലാഹ. ഞാൻ ഇട്ടേക്കുന്ന പേര് എങ്ങനെ. ഒത്തിരി ബുക്ക് വായിക്കുന്ന ആളല്ലേ? ബുക്സ് അല്ലേ, ഒത്തിരി ഇഷ്ടമുള്ള ആളാണ് ബുക്ക് വായിക്കാൻ. അപ്പം മലയാളമാണോ ഇംഗ്ലീഷാണോ കൂടുതൽ ഏതാ കംഫർട്ടബിൾ? കുവൈറ്റിലായിരുന്നുകൊണ്ടൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഇംഗ്ലീഷ് ബുക്സ് ആയിരിക്കും. അപ്പം ബുക്സ് വായിക്കുന്ന ഒരു സൈഡിൽ ഞാൻ വെച്ചിരിക്കുന്നു. എന്നിട്ട് വേറൊരു ക്വസ്റ്റ്യനാണ് ചോദിക്കുന്നത്, ഇഷ്ടപ്പെട്ട വചനം ഏതാ? ഏറ്റവും ഇഷ്ടപ്പെട്ട വചനം? ചേച്ചി ആദ്യം പറഞ്ഞ വചനം തന്നെയാണ്, ജെറമയ 29:11. അത് എൻ്റെ ജീവിതത്തിൽ നന്നായിട്ട് അതെനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്കതിനെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന വചനമായിട്ട് മാറിയത്. പിന്നെ എൻ്റെ ഫാദർ എപ്പോഴും ഒരു വചനം പറയുന്നുണ്ട്. അപ്പ ഇങ്ങനെ ഞങ്ങളെ കുഞ്ഞതായിരുന്നപ്പോൾ ഞങ്ങളെ എഴുന്നേപ്പിച്ചുകൊണ്ടിരുന്നത് വചനം പറഞ്ഞുകൊണ്ടാണ്. ഞങ്ങളെ ഗുഡ് മോർണിംഗ് ഞങ്ങളെ വചനം പറഞ്ഞിട്ടാണ് എഴുന്നേപ്പിക്കുന്നത്. അപ്പ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവാൻ, ഇടപെടാതെ പ്രാർത്ഥിക്കുവാൻ, അത് ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അത് രണ്ടുമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട വചനം. ശരിക്കും എനിക്ക് തോന്നുന്നു ബെനിറ്റയുടെ പാരൻസ് നിങ്ങളെ മക്കളെ 3 പേരെയും ഫെയ്ത്തിൽ വളർത്താൻ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ബെനിറ്റയുടെ ലൈഫിൽ ഒത്തിരി സന്തോഷമുള്ളൊരു കാര്യം ഉണ്ടായിട്ടുണ്ട്, ഫ്രാൻസിസ് പാപ്പനെ കാണാൻ പറ്റിയെന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ബെനിറ്റയുടെ ആർട്ടിക്കിൾ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ വായിച്ച് ബെനിറ്റ ആ വിശേഷമെല്ലാം ഇങ്ങനെ പറയുമ്പോൾ ഞാനത് മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുമായിരുന്നേ. പോകുന്നു, എന്നെ ഭയങ്കര ആക്സിഡന്റലായിട്ട് നിങ്ങളെ മുന്നിൽ കൊണ്ടിരുത്തുന്നു. ഞാൻ പറയുന്നതിന് നല്ലത് അത് ബെനിറ്റ പറയുന്നതാ. ഹൗ വാസ് ദി എക്സ്പീരിയൻസ്? ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ തുടങ്ങി എനിക്ക് പോപ്പിനെ കാണുന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് മാത്രമല്ല, നമ്മുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹമല്ലേ എപ്പോഴെങ്കിലും പോപ്പിനെ ഒന്ന് കാണുക പറ്റാ. അത് എനിക്ക് ചെറുതിലേ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ട്രാവലിംഗ് നല്ല ഇഷ്ടമാണ്. ഇപ്പം കുവൈറ്റിലാണേലും എവിടെയെങ്കിലും ട്രിപ്പ് പോകാന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം വേറെ കൺട്രീസിൽ പോകണം, അതൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പം ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു മനസ്സിൽ. പക്ഷേ അത് ഇവർ പ്ലാൻ ഇട്ടു. 2015 ആയപ്പോൾ ഇവർ പ്ലാൻ ഇട്ടു. ഞങ്ങളോട് പറഞ്ഞില്ല പോകുന്നുണ്ടെന്നുള്ള കാര്യം. പക്ഷെ പിന്നെ കുറച്ച് കഴിഞ്ഞ് ഞാൻ തന്നെ അത് ഫൈൻഡ് ഔട്ട് ചെയ്തു. സർപ്രൈസ് ആയിരുന്നു, പക്ഷെ ഞാൻ പൊട്ടിച്ചു. എന്നിട്ട് 2016 ജൂലൈയിലായിരുന്നു വേൾഡ് ഡേ. ലോകം മൊത്തമുള്ള എല്ലാ യൂത്തും ഒരുമിച്ച് കൂടി ഒരു സെലിബ്രേഷൻ പോലെ, 1 വീക്ക് സെലിബ്രേഷൻ പോലെ നല്ല രസമായിരുന്നു. ഇങ്ങനെ കോൺസേർട്സ് ഉണ്ട്, പിന്നെ പ്രാർത്ഥന, അഡോറേഷൻ, കുർബാന, പിന്നെ ഒരു ദിവസം പോപ്പ് വരും. പോപ്പ് വരുന്ന ദിവസം ആ കൺട്രി തന്നെ ഒരു മേളത്തിലായിരിക്കും എന്ന് പറയാം. എല്ലായിടത്തും ഭയങ്കര ബഹളവും, പിന്നെ ഒത്തിരി കൺട്രീസിലുള്ള ആൾക്കാരുള്ളതുകൊണ്ട് കുറേ പേരെ കാണാൻ പറ്റി, കുറേ പേരോട് മിണ്ടാൻ പറ്റി. പല കൾച്ചേഴ്സിനെയും, പല ഡ്രസ്സിങ് സ്റ്റൈൽസ്, പല ആൾക്കാരോട് മിണ്ടാൻ പറ്റി. അങ്ങനെ ഒത്തിരി നല്ലൊരു അനുഭവമായിരുന്നു അത്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ബെസ്റ്റ് അനുഭവമായിരുന്നു അത്.
ഇങ്ങനെ ഞങ്ങൾ ജീസസ് യൂത്തിലൂടെ ആയിരുന്നു പോയത് കൊണ്ട് ജീസസ് യൂത്ത് എല്ലാവരും കൂടെ വേൾഡ് യൂത്ത് ഡേ കഴിഞ്ഞിട്ട് വേൾഡ് യൂത്ത് ഡേ August 1 കഴിഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊരു പിൽഗ്രിമേജ് പോലെ ഉണ്ടായിരുന്നു. പിൽഗ്രിമേജ് പോളണ്ടിലായിരുന്നല്ലോ വേൾഡ് യൂത്ത് ഡേ. അത് കഴിഞ്ഞ് ഞങ്ങൾ ബസ് എടുത്ത് ഞങ്ങൾ ഇറ്റലി ആൻഡ് ഫ്രാൻസിൽ പോയി. ഇറ്റലിയിൽ ഒരു ദിവസം ഇങ്ങനെ റോമിൽ പോകാൻ പറ്റി. റോമിൽ ഒത്തിരി പള്ളികളും ഒത്തിരി കാഴ്ചകൾ കാണാൻ പറ്റി. നല്ല രസമായിരുന്നു റോമിലെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ഒരു വെനസ്ഡേ പേപ്പൽ ഓഡിയൻസിൻ്റെ ദിവസമാണല്ലോ വെനസ്ഡേ. അപ്പോൾ ഞങ്ങളെ പേപ്പൽ ഓഡിയൻസിന് കൊണ്ടുപോകാമെന്ന് അവരിങ്ങനെ പറഞ്ഞിരുന്നു. അപ്പം ഞാനിങ്ങനെ കാണാൻ പറ്റിയത് നല്ലതായിരുന്നു എന്ന് ഞാനിങ്ങനെ ആലോചിച്ചിരുന്നു. കാരണം എനിക്കറിയാവുന്ന ഒരു വീൽ ചെയർ ഒരു അമ്മച്ചി ഇങ്ങനെ പോപ്പിനെ കണ്ടിട്ടുണ്ട് വീൽ ചെയർ. അപ്പം എനിക്കൊരു ചെറിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്നാലും ഞാൻ ഓർത്തു ഈ പേപ്പൽ സ്ക്വയറിൽ ഇത്രയും ആൾക്കാരുടെ നടുക്ക് ഞാനെങ്ങനെ കാണാനായിരുന്നു ഞാനിങ്ങനെ ഓർത്തിരുന്നു. പക്ഷേ ആ ആഴ്ച വേൾഡ് യൂത്ത് ഡേ കഴിഞ്ഞിട്ടുള്ള തൊട്ടടുത്ത ആഴ്ചയായിരുന്നു. അപ്പോൾ കുറച്ച് പേരെ പേപ്പൽ ഓഡിയൻസിന് വരുന്നുള്ളൂ. അല്ലെങ്കിൽ ഫുൾ സ്ക്വയർ മൊത്തം ആൾക്കാരല്ലേ. അതുകൊണ്ട് ഒരു ഹാളിലേക്ക് ഷിഫ്റ്റ് ചെയ്തു, ഒരു ചെറിയ ഹാളിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. പോപ്പ് ഫ്രാൻസിസും കുറേ കാർഡിനൽസും മുകളിലിരിക്കണു സ്റ്റേജിൽ. താഴെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഞങ്ങളും റൈറ്റ് സൈഡിലായിട്ട് കുറേ VIPസും ആയിരുന്നു ഇരുന്നിരുന്നത്. അപ്പം ഞങ്ങളിങ്ങനെ ലോങ് ക്യൂവിൽ ഞങ്ങൾ നിൽക്കുക പുറത്ത്. കുറേ നേരം നിൽക്കുന്നു. ഭയങ്കര ചൂടും ഭയങ്കര വെയിലും. ഞങ്ങൾ പുറത്ത് നിൽക്കുവാണ്. അപ്പം ഞങ്ങളിങ്ങനെ കാണാൻ പറ്റുമോ ഇല്ല ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ സിസ്റ്റർ വരയ്ക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, അവൾ പോപ്പ് ഫ്രാൻസിസിൻ്റെ ഒരു പടം കുവൈറ്റിൽ നിന്ന് തന്നെ വരച്ചുകൊണ്ട് പോയായിരുന്നു. ചുമ്മാ അതൊരു ഐസ്ക്രീം സ്റ്റിക്കിൽ കുത്തിയിട്ട് പോപ്പ് വരുവാണെങ്കിൽ വേവ് ചെയ്യാം അങ്ങനെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ കൊണ്ടുപോയത്. പക്ഷേ പോളണ്ടിൽ വെച്ചിട്ട് വേവ് ചെയ്യാമെന്ന് പറഞ്ഞാണ് കൊണ്ടുപോയത്. പക്ഷേ അന്ന് മഴയായിരുന്നു, അന്ന് അത് എടുക്കാൻ പറ്റിയില്ല പോപ്പ് വരുന്ന ദിവസം. അപ്പം ഞങ്ങൾ ഓക്കെ ഇവിടെ എടുക്കാമെന്ന് ഓർത്തിട്ട് ഞങ്ങൾ എടുത്തിട്ട് പോയി. അപ്പം എന്നെയും കണ്ടു, എൻ്റെ അമ്മേനെയും കണ്ടു, എൻ്റെ അടുത്ത് ഇവളെ നിൽക്കുന്നത് കണ്ടു ഫോട്ടോ പിടിച്ചിട്ട്. അപ്പം ഞങ്ങളെ 3 പേരെയും സൈഡിലേക്ക് മാറ്റി. പിന്നെ വേറൊരു വലിയ അനുഗ്രഹം ഉണ്ടായത് ഞങ്ങളുടെ അമ്മച്ചിമാരും ഉണ്ടായിരുന്നു. എൻ്റെ അമ്മയുടെ അമ്മയും അപ്പയുടെ അമ്മയും ഉണ്ടായിരുന്നു. അപ്പോൾ അവരെയും അമ്മയുടെ അമ്മ വീൽ ചെയറിലായിരുന്നു, അന്നത്തേന് വേണ്ടി വീൽ ചെയറിലാക്കി. ഒത്തിരി നടക്കാനുണ്ടായിരുന്നു. അപ്പോൾ അമ്മച്ചി ടയേർഡായിട്ട് പിന്നെ വീൽ ചെയറിലാക്കി. എന്നിട്ട് മറ്റേ അമ്മച്ചി വലിയമ്മച്ചി തള്ളിക്കൊണ്ട് പോകുന്ന പോലെ. അപ്പോൾ അവരെയും ഇങ്ങോട്ട് സൈഡിലേക്ക് മാറ്റി. എന്നിട്ട് ഹാളിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ ഈ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടിരുത്തി. പേപ്പൽ ഓഡിയൻസ് മൊത്തം കഴിഞ്ഞ് പോപ്പിൻ്റെ സ്പീച്ചും അതൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി വന്ന് ആദ്യം VIPസിനെ കണ്ടു. VIPസിന് കുറേ ഗിഫ്റ്റ്സൊക്കെ ഉണ്ടായിരുന്നു കൊടുക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളുടെ അടുത്ത് വന്നു. ഞങ്ങളുടെ അടുത്ത് ഒരു വീൽ ചെയർ പ്ലസ് ഒരു പേഴ്സൺ, അങ്ങനെയാണ് പേപ്പൽ ഓഡിയൻസിൽ. അപ്പോൾ ഇത്രയും വീൽ ചെയർ ഉള്ളതുകൊണ്ടും പിന്നെ അനീറ്റയുടെ പടവും ഉള്ളതുകൊണ്ടും ഞങ്ങൾക്ക് എല്ലാവർക്കും കയറാൻ പറ്റി. എൻ്റെ അപ്പയ്ക്കും അനിയനും ആണ് കയറാൻ പറ്റാതെ, അവർ ഓഡിയൻസിലായിരുന്നു. ഞങ്ങളെ എല്ലാവരെയും വന്ന് കണ്ടു, ഞങ്ങളെ മുത്തി. അനീറ്റയുടെ അടുത്ത് സംസാരിച്ചു. ഇത് നീ വരച്ചതാണോ എന്ന് പോപ്പ് ഫ്രാൻസിസ് അവളോട് ചോദിച്ചു. എന്നിട്ട് അത് എടുത്തു. അപ്പോൾ പെയിൻറ്റിങ് എടുത്തു. ഞങ്ങളെല്ലാവരെയും ഹഗ് ചെയ്തു. ഞങ്ങൾക്ക് ഓരോ കൊന്ത തന്നു ആശീർവദിച്ച്. അതൊരു മാജിക്കൽ എക്സ്പീരിയൻസ് ആയിരുന്നു. ബ്ലെസ്സഡ് മൊമെന്റ് അല്ലേ, ഭയങ്കര സന്തോഷം വരുന്നൊരു സമയമായിരുന്നു. ബെനീറ്റയുടെ ഒത്തിരി പരിമിതികളിൽ നിന്നാണ് ബെനീറ്റ ഇത് പറയുന്നത് എന്നുള്ള. 2 കാലില് എഴുന്നേറ്റ് നിന്ന് ഓടുന്ന ആൾക്കാര് അവർക്ക് ചെയ്യാൻ പറ്റാത്ത ഒത്തിരി കാര്യങ്ങളാണ് ബെനീറ്റ ചെയ്തത്, ബെനീറ്റയ്ക്ക് കിട്ടിയത്. അപ്പൊ കർത്താവ് അത്രയും ഗൈഡ് ചെയ്ത് ഈ ശരിക്കും കൈവെള്ളെ കൊണ്ടു നടക്കാന്ന് പറയുന്നത്, അത് ബെനീറ്റയ്ക്ക് എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കുന്ന തരത്തില് തമ്പുരാൻ കൊണ്ടു നടക്കുന്നുണ്ട്. ഭയങ്കരമായിട്ട് ഒത്തിരി ബ്ലെസ്ഡ് ആണ് ബെനീറ്റ. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. വർത്താനം പറയുമ്പോഴേ ഞങ്ങൾക്ക് അറിയാം ഓരോ കാര്യങ്ങളിലും ബെനീറ്റ അത് എങ്ങനെ എടുക്കുന്നു എന്നുള്ളത്. ഇതിപ്പം ഈ ഒരു സിറ്റുവേഷനെ ബെനീറ്റ അത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഹാപ്പി ആയിട്ട് ഇതിനെ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക. അത് തന്നെ വലിയൊരു ദൈവാനുഗ്രഹമാണ്. നന്ദി നന്ദി നിനക്കു നാഥ ക്രൂശിതാനന്ദി. മനസ്സിലോ നിൻ വദനം, മൊഴികളിൽ നിൻ നാമം, ക്രൂശിത മഹോ